എൻ്റെ 2 അനിയത്തിമാരും അനൂപും വന്ന ദിവസം എടുത്ത വീഡിയോ ഉണ്ട് അത്. ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദിവസമായി ഈ വീഡിയോ എടുത്തിട്ട്. ബിൻസി വരുന്ന സമയത്ത് ഒരു പ്രിൻസസ് കട്ട് കുർത്തി തയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ലൈനിങ്ങിലാണ് നമ്മൾ അളവൊക്കെ എടുത്തിട്ട് വരച്ചത്. അത്യാവശ്യം നന്നായി തയ്ക്കുന്ന ആൾ തന്നെയാണ് കേട്ടോ ബിൻസി. അപ്പോൾ ഒപ്പം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും പോകുന്നുണ്ട്. കാരണം പ്രിൻസസ് കട്ട് കുർത്തി ഞങ്ങൾ ഇതുവരെ തയ്ച്ചിട്ടില്ല, ആദ്യമായിട്ട് തയ്ക്കുകയാണ്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ ആദ്യമായിട്ട് തയ്ക്കുകയാണ്, പിന്നെ നല്ല വില കൂടിയ മെറ്റീരിയൽ ആയിരുന്നു. പിന്നെ വിരുന്നേരൊക്കെ ഉള്ളത് കാരണം കൊണ്ട് എനിക്ക് അടുക്കളയിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ബിൻസിനെ തയ്ക്കാന്ന് പറഞ്ഞു. പക്ഷേ അവൾക്ക് ഈ മെഷീനിൽ ഇരുന്നിട്ട് വലിയ വശമില്ലാത്ത കാരണം കൊണ്ട് ഞാനിരുന്ന് തയ്ച്ചു കേട്ടോ. പിന്നെ അത് അനൂപ് അതിൻ്റെ നെക്കൊക്കെ വെട്ടിത്തരികയാണ്. സംഭവം നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി അടിപൊളിയായിട്ട് അത് തയ്ച്ച് വന്നപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. എന്തായാലും ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇന്ന് വൈകുന്നേരത്തെ ഫുഡ് പുറത്തുനിന്നാക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അറേബ്യൻ ഹോട്ടലിലേക്ക് പോയിട്ടോ. അവിടെയാണെന്ന് വെച്ചാൽ നല്ല തിരക്കായിരുന്നു. ഞങ്ങളാണെന്ന് വെച്ചാൽ കുട്ടികളെല്ലാവരും കൂടിയിട്ട് ഒരു 12 പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കാനുള്ള സ്പേസ് വേണ്ട. അപ്പോൾ ഞങ്ങൾക്ക് അതിന് വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഞങ്ങൾക്ക് എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കാനുള്ള സീറ്റ് കിട്ടിയിട്ടോ. പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് ഫുഡ് എത്തിയത്. ഇന്ന് നമ്മൾ അൽഫാം മന്തി തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. 3 അൽഫാം മന്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. 3 അൽഫാം മന്തിയിൽ 12 പീസ് ഉണ്ടായിരുന്നത് 12 പേർക്കും കറക്റ്റായി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഏകദേശം വയറൊക്കെ നിറയാറായപ്പോൾ ഞങ്ങളൊരു 7up ഓർഡർ ചെയ്തു. ഓണം കഴിഞ്ഞ പിന്നെ നമ്മളത് 3ാമത്തെ വട്ടോട്ടോ നമ്മൾ അറേബ്യയിലേക്ക് വന്നിട്ട് ഫുഡ് കഴിക്കണം. പിന്നെ ഫുഡ് കഴിച്ച് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് തന്നെ കേട്ടോ വന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.